friends, welcome to our channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു UPSനെ കുറിച്ചാണ്. അപ്പോൾ ഒരു APCയുടെ UPS ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ കറണ്ട് കട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വൈഫൈ റൂട്ടർ അങ്ങനെ ഓഫായി ഓൺ ആയിക്കൊണ്ടിരിക്കുക. അതേപോലെ നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും UPSയിലെത്ത കാരണം ഫുൾ ഓഫായിട്ട് പിന്നെ ആദ്യം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു UPS വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ APC സെലക്ട് ചെയ്യാൻ കാരണം അത് സ്ട്രൈഡർ ഇലക്ട്രിക്കിൻ്റെയാണ്, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ നോർമൽ വേറെ കുറേ വി ഗാർഡിൻ്റെ ഒക്കെ ഉണ്ട്. അത് പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല. 1200 രൂപയ്ക്കുള്ളൂ വി ഗാർഡിന്. 1200 1500 ആ റേറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ചെയ്യണമില്ല അവരുടെ ഇത്. പ്രത്യേകിച്ച് വി ഗാർഡ് ഇപ്പോൾ ഭയങ്കര കംപ്ലൈൻറ്റാണ്. അതുപോലെ വേറെ കുറേ പിന്നെ ഉള്ളത് മൈക്രോടെക് അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ അതിലിപ്പോൾ ബെസ്റ്റ് APC ആണ്. അപ്പോൾ അവർക്ക് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. ഒരു 1000 രൂപ എക്സ്ട്രാ മറ്റേ നോർമൽ ബ്രാൻഡിനെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ ഇത് 3200 രൂപയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ആമസോൺ എനിക്ക് അവരുടെ ആമസോൺ കൊറിയർ വഴിയല്ല അയച്ചേക്കുന്നത്. ഡെലിവറി എന്ന് പറഞ്ഞൊരു കൊറിയറാണ്. അപ്പോൾ അവരുടെ കൊറിയർ സർവീസ് തന്നെ തല്ലിപ്പൊളി കൊറിയറാണ് ഡെലിവറി. അതിൽ കൂടെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ക്യാൻസൽ ചെയ്തേക്കെന്ന് വെച്ചാൽ ബോക്സൊക്കെ ഉണ്ട്, ഡാമേജഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലും കുറച്ച് ഡാമേജസ് ഉണ്ടായിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി നല്ല തല്ലിപ്പൊളി സർവീസാണ്. ഇതിന് മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സൈറ്റിൽ കൂടെ വാങ്ങിക്കുക. ഇവരുടെ സൈറ്റിൽ കൂടെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് 250 രൂപയാണെങ്കിൽ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ എക്സ്ട്രാ വാറണ്ടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ട്രൈഡർ ഇലക്ട്രിക്കിൻ്റെ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട്. അതിൽ കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ റേറ്റിംഗ് കുറച്ച് കുറവാകുന്നുണ്ട് അവിടെ. പിന്നെ എക്സ്ട്രാ 1 ഇയറും കിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലത്തെ ഉള്ളിലേക്ക് കയറാനായിട്ട് മുമ്പ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓളാക്കുക. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. APCയുടെ UPSൻ്റെ ബോക്സ് ഫ്രണ്ട് സൈഡ് ഇതാണ്. ഇതിൽ ഹോം ഓഫീസ് സീരീസ് എഴുതിയിട്ടുണ്ട്. 27 മിനിറ്റ് റൺ ടൈം എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ PC ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ അനുസരിച്ചിരിക്കുന്ന 27. നമ്മളിപ്പോൾ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു 2 ഹവറിന് സമയം ഓൾമോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇപ്പോൾ റൂട്ടറൊക്കെ ആണെങ്കിൽ ഒരു 4 ഹവറൊക്കെ കിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ BIS സേഫ്റ്റി സർട്ടിഫൈഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ 600 വാട്ട് ആംബിയർ എഴുതിയിട്ടുണ്ട്. 360 വാട്ട് പീക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ 4 to 6 ഹവേഴ്സ് ഫാസ്റ്റ് റീചാർജ് എഴുതിയിട്ടുണ്ട്. അതുപോലെ 2 ഇയർ വാറണ്ടി ഇൻക്ലൂഡിങ് ബാറ്ററി എന്നാണ്. എല്ലാത്തിനും കൂടി 2 ഇയർ വാറണ്ടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവരുടെ സൈറ്റിൽ കൂടെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ റേറ്റിന് തന്നെ ഒരു 1 ഇയർ പ്ലസ് എക്സ്ട്രാ വാറണ്ടി കിട്ടും. പിന്നെ ക്വയറ്റ് ലെസ് ബീപ്പിംഗ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേത് നോക്കുകയാണെങ്കിൽ ബാറ്ററി സേവറിന് എഴുതിയിട്ടുണ്ട്. ഇൻക്രീസ് ബാറ്ററി ലൈഫ് അപ് ടു 2x. പിന്നെ സർജ് പ്രൊട്ടക്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊരു ബാറ്ററി പ്ലസ് സർജ് പ്രൊട്ടക്ഷൻ പ്ലസ് നമ്മുടെ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ UPSനെ. പിന്നെ ഇപ്പോൾ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയാം. APC ബൈ സ്ട്രൈഡർ ഇലക്ട്രിക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിപ്പോൾ ഇവരുടെ ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ APC സബ് ബ്രാൻഡാണ്. അതുപോലെ ഇപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റുകളുടെ ഒരു കാര്യമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഒന്ന് ശരിക്കൊന്ന് കാണിക്കാം. നമ്മുടെ അതിൻ്റെ വിലയും അതിനെ കുറിച്ചുള്ള സീരിയൽ നമ്പറൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് സീരിയൽ നമ്പർ ഉണ്ട്. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉത്തരാഖണ്ഡിൽ ഉണ്ടാക്കുന്നതാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മാനുഫാക്ചർ സ്ട്രൈഡർ ഇലക്ട്രിക് IT ബിസിനസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ MRP നോക്കുകയാണെങ്കിൽ 3750 MRP. ഇത് ആമസോണിലൊക്കെ ഒരു 3 to 100 ആ റേഞ്ചിലാണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഇപ്പോൾ ഇവരുടെ സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 2 ഇയർ വാറണ്ടിക്ക് 2800 റേറ്റ് ഉള്ളൂ. പ്ലസ് ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയർ വാറണ്ടി ആയിട്ട് കിട്ടും 3000 രൂപയ്ക്ക്. പിന്നെ ഇത് 5 കിലോ എന്നാണ് എഴുതിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കൊറിയറിൻ്റെ ഒന്നുണ്ട്. നമുക്ക് ഈ സൈഡ് കൂടി നോക്കാം. ഇപ്പോൾ ആമസോണിൻ്റെ ഇതാന്ന് തോന്നുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് കപ്പാസിറ്റി 600 VA എഴുതിയിട്ടുണ്ട്. ബാറ്ററി 7.2 ആംപിയർ പെർ അവർ എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് 145 to 290 വാട്ട് എഴുതിയിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് 230 വാട്ടിന്. ഫ്രീക്വൻസി റേഞ്ച് 45 to 65 ആണ്. അതുപോലെ ഔട്ട്ലെറ്റ് 3 ബാറ്ററി ബാക്കപ്പ് വിത്ത് സർജ് പ്രൊട്ടക്ഷൻസ് ആണ്. അപ്പോൾ 3 സെയിം ആണ്.
പിന്നെ ബാറ്ററി റീചാർജ് ടൈം 4 to 6 hours ആണ്. പിന്നെ പവർ കോഡ് ലെങ്ത്ത് 1.2 meter, നെറ്റ് വെയ്റ്റ് 4.7 kg എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്ക് സൈഡും കൂടി നോക്കാം. പറഞ്ഞില്ലേ ബോക്സ് ഡാമേജ് ആയിക്കുന്നുണ്ടോ, ഇത് ആമസോണിൻ്റെ നല്ല ബോറ് ഡെലിവറി ആയിരുന്നു. ഇത് ഹൈസെക്കൻഡ് ആമസോൺ കൊറിയർ വഴിയല്ല, അത് വന്നേക്കുന്നത് നമ്മുടെ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് കൊറിയർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മിക്കവാറും നല്ല തല്ലിപ്പൊളി സർവീസാണ് ഡെലിവറിയുടെ. അതേപോലെ ഇതുപോലെ ഇന്നലെ വരേണ്ട സാധനമാണ് ഇവർ എന്നാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും നല്ല തല്ലിപ്പൊളി ഡെലിവറി. നിങ്ങൾ മാക്സിമം ഡെലിവറി കൊറിയർ ഉപയോഗിക്കാണ്ടിരിക്കുക നല്ലത്. അവർക്ക് ഇവിടെ നമ്മുടെ തൃശ്ശൂർ അവരുടെ ഓഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഓഫീസ് അടക്കം ഉണ്ടാവില്ല അങ്ങനത്തെ. പിന്നെ റേറ്റിംഗ് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡെലിവറി മാക്സിമം അത് ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ ഈ സൈഡിൽ അവരുടെ സ്പെക്സ് ഉണ്ട്, ഇവരുടെ ഇൻവെർട്ടർ കപ്പാബിലിറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് സീംലെസ്ലി വിത്ത് നമ്മുടെ ഈ ഹോം ഇൻവെർട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക് ഓവർലോഡ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. പിന്നെ കോൾഡ് സ്റ്റാർട്ട് കപ്പാബിലിറ്റി എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാറ്ററി സേവർ സർച്ച് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഓട്ടോമാറ്റിക് വോൾട്ട് റെഗുലേഷൻ. പിന്നെ ഫോർ സെയിലിന് ഇന്ത്യ ഓൺലി ആണ്. അപ്പോൾ ഇന്ത്യൻ മെയ്ഡായ കാരണം കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട് ഇവിടെ, അതിൻ്റെ ഇമെയിലും പിന്നെ സപ്പോർട്ട് ടോൾ ഫ്രീ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് അൺബോക്സിലേക്ക് കിടക്കാം. ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് പിന്നെ റൺ ടൈം എത്ര കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇൻ വൺ PC ആണെങ്കിൽ 15 LCD മോട്ടറാണെങ്കിൽ 27 minute എഴുതിയിട്ടുണ്ട്. അത് ബാറ്ററി സേവർ ഓഫ് ആണെങ്കിൽ. അതേപോലെ ഹോം PC വിത്ത് 19 LCD മോട്ടറാണെങ്കിൽ 14 minute, പിന്നെ 22 LCD ആണെങ്കിൽ 9 minute അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താൽ ആദ്യം കാണുന്നത് ഇവരുടെ പാക്കേജിങ് കുഴപ്പമില്ല, ഫുൾ തെർമോക്കോൾ പ്രൊട്ടക്റ്റഡ് ആണ്. മുകളിലും ഒരു ലെയർ വെച്ചിട്ടുണ്ട് അവർ. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ ബോക്സിലത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും പിന്നെ നമ്മുടെ ഒരു വാറൻറ്റി ബുക്കും മാനുവലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ്സൊക്കെ ഒന്ന് കളയാം. നമ്മുടെ യൂസർ മാനുവലാണ്. അപ്പോൾ ഇതിൽ ഡേഞ്ചർ വാണിന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു പേപ്പർ വേറെ ഉണ്ട്, അത് എന്താ നോക്കാം. സേഫ്റ്റി ഇൻഫർമേഷൻ ആണ് കേട്ടോ, ഹാൻഡ്ലിങ്ങും അതിനെക്കുറിച്ചൊക്കെയാണ് സേഫ്റ്റി ഇൻഫർമേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു പേപ്പറും കൂടി ഉണ്ട്, അതെന്താ വെച്ചാൽ നമ്മുടെ ബാക്കപ്പിൻ്റെ ലിമിറ്റഡ് വാറൻറ്റിനെ കുറിച്ചാണ്. ഇത് 2 year വാറൻറ്റി ഫ്രം ഡേറ്റ് ഓഫ് പർച്ചേസ്, അതിൻ്റെ പേപ്പറാണത്. ബില്ലും വേണം എന്തായാലും. ആമസോൺ വാങ്ങിച്ചാൽ നമുക്ക് ഈ ബില്ല് കിട്ടുമ്പോൾ കാരണം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിലുള്ളൊരു ചെറിയൊരു പേപ്പർ എന്ന് വെച്ചാൽ ക്വാളിറ്റി അഷുറൻസ് ടെസ്റ്റ് നടത്തിയതിൻ്റെ ഒരു ക്വാളിറ്റി പാസ് ആയിട്ടൊരു സാധനം ഉണ്ട്. അവിടെ ചെക്ക് ചെയ്താൽ എല്ലാം പാസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ ലോ വോൾട്ടേജ് കട്ട് ഓഫ്, ലോ വോൾട്ടേജ് റീസ്റ്റോർ, ഹൈ വോൾട്ടേജ് കട്ട് ഓഫ്, അതുപോലെ ഹൈ വോൾട്ടേജ് റീസ്റ്റോർ, ഇതൊക്കെ ടോട്ടൽ പാസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് മാറ്റി വയ്ക്കാം, ഇത് ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. മെയിൻ യൂണിറ്റ് ഇതാണ്, ഇത് ബ്ലാക്ക് തന്നെയാണത്. ഈ സൈഡിൽ നിറച്ച് വെൻസ് ഉണ്ട്. മുകളിലായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാം. വ്യൂ വരിക കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുമെങ്കിലും അത്ര വലുതല്ല. അതിൻ്റെ ഫ്രണ്ട് ഇത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കോട്ടിംഗ് ആണ്, അത് കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം എന്ന് വെച്ചാൽ കാണുമ്പോൾ ബോറായിട്ടും തോന്നുന്നില്ല, വേണമെങ്കിൽ കളയാം. താഴെയായിട്ട് APC ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ LED ഇൻഡിക്കേറ്ററിൻ്റെ ചാർജ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആണെങ്കിൽ ബാറ്ററി ചാർജിങ്, റെഡ് ആണെങ്കിൽ റീപ്ലേസ് ബാറ്ററി, ഓഫ് ഫുള്ളി ചാർജർ. അതുപോലെ ബാറ്ററി സേവർ സ്വിച്ച് ഉണ്ട് ഇവിടെ, അതുപോലെ പവർ ഓൺ സ്വിച്ച് ഉണ്ട്. മുകളിലായിട്ട് ഇതിവിടെ ആകെ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. നല്ല എന്തായാലും ആമസോണിൻ്റെ റിവ്യൂ നല്ലത്. ഡെലിവറി എന്ന് പറഞ്ഞാൽ നല്ല ബോറ് ഡെലിവറിയാണ്, പ്രത്യേകിച്ച് അവരയച്ചേക്കണ കൊറിയറിൻ്റെ കാരണം. ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ 3 നമ്മുടെ ഇതുണ്ട്, അത് കുറച്ച് അടുത്തടുത്താണ്, അങ്ങനെ കുഴപ്പമുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് പ്ലസ് സർച്ച് പ്രൊട്ടക്ഷൻസ് ആണ് എല്ലാം കേട്ടോ, 3 അങ്ങനെ തന്നെയാണ്. പിന്നെ വയർ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 1 meter ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളൂ, കഷ്ടിച്ചുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. കുത്തിയിട്ടുണ്ട്. അപ്പോൾ പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത് ഇവിടെ ബാറ്ററി ചാർജിങ് ആണ്. അപ്പോൾ എന്തായാലും പുതിയ പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ എന്തായാലും ഇവർ പറയണത് 4 to 6 hours ഫുൾ ചാർജ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു 8 hours വെക്കേണ്ട വരും ചാർജ്. ഇപ്പോൾ രാത്രി ഫുൾ വയ്ക്കാൻ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ 3 പോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദർ റിവ്യൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം അതിനെക്കുറിച്ച്. പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വി ഗാർഡ് അങ്ങനത്തെ ഇതിനായിട്ടൊക്കെ ഭേദം APC തന്നെയായിരിക്കും. APC കുറച്ച് ജർമ്മൻ സാധനമാണെന്ന് തോന്നുന്നുണ്ട് ബ്രാൻഡ്. പിന്നെ കുറച്ച് ക്വാളിറ്റിയുള്ള ഷെയ്ഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, സ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ്.
പിന്നെ APC പണ്ട് തൊട്ടേ ഇവരുടെ എന്താ UPS നല്ല ക്വാളിറ്റി ഉള്ള പേര് കേട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ കുറച്ച് റേറ്റും വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള നമ്മുടെ V-Guardൻ്റെയൊക്കെ ഒരു 2000 രൂപയ്ക്ക് റേറ്റിൽ കിട്ടും. ഇതൊരു 1000 രൂപ എക്സ്ട്രാ ഉണ്ട് മാത്രം കൂടുതൽ. അതിൻ്റെ ക്വാളിറ്റിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കപ്പ് വേണമെങ്കിൽ ഇത് ബേസിക് മോഡലാണ്. അതിൻ്റെ കൂടിയ മോഡലുണ്ട്, 6000-ൻ്റെ ഉണ്ട്, പിന്നെ 10000-ൻ്റെ ഉണ്ട്. ബാക്കപ്പ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബാറ്ററി, ഇതിൽ എക്സ്ട്രാ ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റില്ല. വേറെ മറ്റേതിന് അടുത്ത സീരീസിലോട്ട് എക്സ്ട്രാ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.